ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പൊളിറ്റിക്സ് പല രീതിയിൽ മനുഷ്യനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന, പല രീതിയിൽ മനുഷ്യർക്ക് തലവേദന ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ നാട്ടിൽ. പലതരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മനുഷ്യനെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിൽ മനുഷ്യർക്ക് ദോഷകരമായ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസഗോളത്തിൽ പോലും ഈ പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രീയം പലതരത്തിൽ നമ്മളെ വളരെ വളരെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ലീഡ് ചെയ്തിരിക്കുന്ന പല പ്രസ്ഥാനങ്ങളും പേരെടുത്ത് പറയുകയാണെങ്കിൽ IPC, AG, ചർച്ച് ഓഫ് ഗോഡ് തുടങ്ങിയ പലതരത്തിലുള്ള ഈ പ്രസ്ഥാനങ്ങളിൽ എല്ലായിടത്തും വോട്ടിംഗ് സിസ്റ്റങ്ങളും അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുകളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും അനേകം തിങ്ങിപ്പാർക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഭകളിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കടന്നു കൂടിയത് കൊണ്ട് തന്നെ അക്രമ രാഷ്ട്രീയങ്ങൾ കയറി വരുന്നു. പലതരത്തിലുള്ള അടിപിടികൾ പല സഭകളിലും നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള അടിപിടികൾ, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, വചനങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു ചെല്ലുമ്പോൾ പല രീതിയിൽ നമുക്ക് വചനത്തെ ഇതിനുമായിട്ട് ഡിഫൈൻ ചെയ്ത് അല്ലെങ്കിൽ ഇതിനുമായിട്ട് നമുക്കൊന്ന് ഒത്തുചേർത്തുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. പുതിയ നിയമപുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പത്രോസിനോട് പറയുന്നുണ്ട്, പത്രോസേ, ഡു യു ലവ് മീ? പത്രോസ്, നീ എന്നെ സ്നേഹിക്കുന്നു? പത്രോസ് പറഞ്ഞു, യെസ്, അതെ കർത്താവ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അങ്ങനെയാണ് നീ എൻ്റെ ആടുകളെ മേയ്ക്ക്. അടുത്ത പിന്നെയും ചോദിക്കുകയാണ്, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നു? അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക്. അങ്ങനെ ദൈവം പത്രോസിന് ഓരോ റെസ്പോൺസിബിലിറ്റി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദൈവം തിരഞ്ഞെടുത്തവർക്ക് ദൈവം റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പഴയ നിയമ പുസ്തകങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവം മോശയെ തിരഞ്ഞെടുത്തു, തൻ്റെ ഗ്രേറ്റ് ലീഡറായിരിക്കുന്ന മോശയെ തിരഞ്ഞെടുത്ത് തൻ്റെ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുവാൻ ദൈവം മോശയെ തിരഞ്ഞെടുത്ത് മോശയ്ക്ക് വേണ്ടുന്ന സകല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് മോശയെ നല്ലൊരു ലീഡറാക്കി കൊണ്ടുവന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ശമൂവേലിൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ചില കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ശമൂവേലിൻ്റെ പുസ്തകം അവിടുത്തെ 8-ാം അധ്യായം 6-ഉം 7-ഉം വാക്യം. 8-ാം അധ്യായത്തിലൂടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആദ്യമായിട്ട് ദൈവത്തെ മറന്ന് ഒരു രാജാവിനെ വേണമെന്ന് ഇസ്രായേൽ മക്കൾ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മറ്റുള്ളവരായിരിക്കുന്ന മറ്റു രാജ്യങ്ങളിലൊക്കെ അനേകർ രാജാക്കന്മാർ വാഴുന്നത് കണ്ടപ്പോൾ ആ ഒരു പ്രീതി തോന്നിയിട്ട് അതുപോലൊരു രാജാവ് ഞങ്ങൾക്കും വേണമെന്ന് ഇസ്രായേൽ മക്കൾ പറഞ്ഞപ്പോൾ തൊട്ട് പ്രതിസന്ധികൾ അവിടെ രൂപപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദൈവം ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. ശമൂവേലിൻ്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 6-ഉം 7-ഉം വാക്യമാണ്. അവിടെ ഇപ്രകാരം പറയുന്നു, ഞങ്ങളെ ഭരിക്കേണ്ടതിന് രാജാവിനെ തരണമെന്ന് അവർ പറഞ്ഞ കാര്യം ശമൂവേലിന് അനിഷ്ടമായിട്ട് തോന്നി. ശമൂവേൽ യഹോവയോട് പ്രാർത്ഥിച്ചു. ശമൂവേലിനോട് അവർ പറഞ്ഞു, ഞങ്ങളെ ഭരിക്കുവാൻ ഒരു രാജാവ് വേണം, ഞങ്ങളെ ഭരിക്കുവാൻ വേണ്ടി ഒരു രാജാവിനെ ഞങ്ങൾക്ക് തരണമെന്ന് ശമൂവേലിനോട് ഈ ഇസ്രായേൽ മക്കൾ പറഞ്ഞ സമയത്ത് വളരെ വിഷമത്തോടുകൂടെ ഈ കാര്യം യഹോവയോട് ശമൂവേൽ പറയുകയാണ്. അപ്പോൾ ശമൂവേൽ പറഞ്ഞ സമയത്ത് യഹോവ ശമൂവേലിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ഇന്നത്തെ എൻ്റെ മെസ്സേജിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇത് തന്നെയാണ്. എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിനും അവരുടെ അപേക്ഷ കേൾക്ക. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത് എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. വളരെ വളരെ വേദനാകരമായ ഒരു അവസ്ഥ അല്ലേ? കർത്താവായ ദൈവമാണ് ഇത്രയും നാൾ ഇസ്രായേൽ മക്കളെ ഓരോ കാര്യത്തിൽ പോറ്റി പുലർത്തി മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വചനം വായിക്കുന്നു, ഓരോ കാര്യത്തിലും ദൈവത്തിൻ്റെ അരുളപ്പാട് ചോദിച്ചതിന് ശേഷം മാത്രമാണ് പലപ്പോഴും നേതാക്കന്മാരും മോശയായാലും യോശുവയായാലും സകലരും ദൈവത്തിൽ നിന്ന് അരുളപ്പാട് ചോദിച്ചതിന് ശേഷമാണ് ഓരോ കാര്യങ്ങൾ ചെയ്തത്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ദൈവം അവർക്ക് ചെയ്ത നന്മകളൊക്കെ മറന്ന് ദൈവത്തെക്കാളും ഉപരിയായിട്ട് അവർക്ക് അവിടെ ഒരു
രാജാവിനെ വേണമെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കിവിടെ ഇതിൽ വായിക്കുമ്പോൾ വളരെ വളരെ വേദനാകരമായ ഒരു കാര്യമാണല്ലേ. ദൈവം പറയുകയാണ് ഇത് ഈ നമ്മുടെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഭരണം ദൈവത്തിൽ നിന്ന് മാറിപ്പോയ അന്ന് മുതൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഏറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിൽ നിന്ന് മാറി മനുഷ്യൻ ഞങ്ങളെ ഭരിക്കണമെന്ന് മനുഷ്യർ തന്നെ തീരുമാനിച്ചു. അവിടെയാണ് പൊളിറ്റിക്സ് ആരംഭിക്കുന്നത്. നമുക്കറിയാം പൊളിറ്റിക്സ് അവിടെ ആരംഭിച്ചെന്നല്ല ഞാൻ പറയുന്നത്. ആ ഒരു കാര്യം അവിടെ രാജാവിനെ തിരഞ്ഞെടുത്തതും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമായിട്ടാണ് പിന്നീട് രാജാവിനെ തിരഞ്ഞെടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാരണം ദൈവമല്ലാതെ മറ്റാർക്കും തിരഞ്ഞെടുക്കാൻ പറ്റും. അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ബൈബിളിൽ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം പഴയ നിയമ പുസ്തകത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്നെയല്ല, അവർ എന്നെയാണ് ത്യജിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യം തന്നെ പുതിയ നിയമ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. ദൈവം തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അവരെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പാസ്റ്ററൽ ശുശ്രൂഷ അല്ലെങ്കിൽ ഇടയ ശുശ്രൂഷ നിങ്ങൾ അവർക്ക് ചെയ്യണം. അവരെ ഭരിക്കുന്നതിന് വേണ്ടിയിട്ടോ അവരുടെ ഇതിന് വേണ്ടിയിട്ടല്ല, അവർക്ക് വചനത്തെ പറഞ്ഞു കൊടുക്കുക. അവരെ നേർവഴിയിലേക്ക് നയിക്കുവാൻ ഒരു മൂപ്പൻ അല്ലെങ്കിൽ ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു ഉപദേശിയായിട്ട് ദൈവം തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുക. സകലരെയും ശിഷ്യന്മാരാക്കിക്കൊള്ളുവാനാണ് പറഞ്ഞത്. നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയിട്ട് സകലരെയും ശിഷ്യരാക്കുവാനാണ് പറഞ്ഞത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഈ വചനങ്ങളെ മറന്ന് സ്വന്തം താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി എനിക്ക് തന്നെ നേതാവായി തുടരണം എന്ന് പറഞ്ഞിട്ട് ആ സ്ഥാനത്തിന് വേണ്ടിയിട്ട് പലതരത്തിൽ പൊളിറ്റിക്സ് കളിച്ചിട്ട് പലതരത്തിൽ അക്രമ രാഷ്ട്രീയങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ സഭകളിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രിയ സുഹൃത്തുക്കളെ, പ്രിയ ദൈവമക്കളെ, മനസ്സിലാക്കുക, ദൈവം ഭരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ ദൈവം ന്യായം വിധിക്കുന്ന ഒരു രാഷ്ട്രത്തെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ന്യായം വിധിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അധീനതയിൽ നടക്കുന്ന ഒരു ജനതയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ നേരെ മറിച്ച് നടക്കുന്നത് ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ട് രാഷ്ട്രീയം കളിച്ച് പലരെയും ബുദ്ധിമുട്ടിലേക്ക് ആഴ്ത്തുന്ന പലരെയും നമുക്കറിയാം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേട്ടൊരു കാര്യമുണ്ട്. പലരും ഇന്ന് സഭകളെ തിരഞ്ഞെടുക്കുന്നത് വരുമാന മാർഗത്തെ നോക്കിയിട്ടാണ്. അയ്യോ, ആ സഭയിൽ ഇത്രേ വരുമാനമുള്ളൂ, എനിക്ക് എന്തായാലും പ്രൊമോഷൻ കിട്ടും, അപ്പോൾ നല്ല വരുമാനമുള്ള ചർച്ചിലേക്ക് പോകും. ഇന്നത്തെ ശുശ്രൂഷ, ഇന്നത്തെ പല പാസ്റ്റർമാരും പല ദൈവദാസന്മാരും പല ഉപദേശിമാരും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വരുമാനം കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുവാൻ അവർ താല്പര്യപ്പെടുന്നു. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ജീവിതത്തിൽ മക്കളും പാരമ്പര്യം പ്രാരാബ്ദങ്ങളൊക്കെ ഏറി വരുമ്പം കൂടുതലായിട്ടും പണത്തിൻ്റെ പുറകെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ നോക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ മുൻ തലമുറക്കാർ നമ്മളെ ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ദൈവദാസന്മാർക്ക് പൊളിറ്റിക്സ് ഇല്ലായിരുന്നു. അവർക്ക് നേതൃത്വങ്ങളിങ്ങനെ തിരഞ്ഞെടുക്കേണ്ടെന്ന് ആവശ്യമുണ്ടായിരുന്നില്ല. അവർ കൂട്ടം കൂടിയിട്ട് ഒരാളെ തിരഞ്ഞെടുത്തിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നടക്കുക എന്നുള്ള കാര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അവിടെയൊന്നും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ വിശ്വാസ സമൂഹം വളർന്നിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പാരമ്പര്യമായിട്ട് വരുന്ന വിശ്വാസികളല്ലാതെ ഒരു വിശ്വാസിയുണ്ടെങ്കിൽ അവരുടെ മക്കളും ഇങ്ങനെ പെറ്റുപെരുകുന്നതല്ലാതെ അതിൽ കൂടുതലായിട്ട് മറ്റുള്ള ഒരു മതപരിവർത്തനം എന്നല്ല ഞാൻ പറയുന്നത്. മറ്റുള്ള ആൾക്കാർ അല്ലെങ്കിൽ യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് മറ്റു മതങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ തീരെ ചുരുക്കമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ എന്ന് പറയുന്നത് ഈ വിശ്വാസ സമൂഹം അല്ലെങ്കിൽ പാസ്റ്റർമാരായ ഉപദേശിമാർ പണത്തിൻ്റെ പുറകെ പോകുമ്പോൾ സുവിശേഷ വേലയെ മറന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ട്രഡീഷണലായിട്ടാണ് ക്രിസ്മസിൻ്റെ സമയത്ത് ഒരു പരസ്യ ശുശ്രൂഷ അല്ലെങ്കിൽ ആ ഒരു സീസണായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. കൺവെൻഷൻ സീസൺ, ക്രിസ്മസിൻ്റെ ട്രഡീഷൻ, അതായത് പരസ്യയോഗങ്ങൾ അല്ല ശുശ്രൂഷ ഒരു ട്രഡീഷൻ, അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ പിന്നിലും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തെ മറന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ദൈവിക പ്രവൃത്തി ഉണ്ടാകത്തില്ല എന്നുള്ള കാര്യം വളരെ വളരെ വ്യക്തമായി. ഇന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ അവിടെ വളരെ ശക്തമായിട്ട് ദൈവിക വേലയെ ചെയ്യുന്ന ഒത്തിരി ദൈവമക്കളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ അനേകം പേർ ദൈവത്തിങ്കിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും.
ദൈവിക പ്രവൃത്തി അവിടെ വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ ഇന്ന് കേരളത്തിൽ നമുക്കത് കാണാൻ പറ്റാത്തതിൻ്റെ ഒരു കാര്യം എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ദൈവദാസന്മാർ തങ്ങളുടെ ചുമതലകളെ മറന്ന് പണത്തിൻ്റെ പുറകെ പോകുന്നു, അധികാരങ്ങളുടെ പുറകെ പോകുന്നു, പൊളിറ്റിക്സിൻ്റെ പുറകെ പോകുന്നു. ഈ ഓരോ കാര്യങ്ങളെ എടുത്തു നോക്കുമ്പോൾ ദൈവത്തെ മറന്നിട്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നത്. പ്രിയ ദൈവദാസന്മാരെ, പ്രിയ ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കുക, പൊളിറ്റിക്സ് കളിക്കുന്നതിന് വേണ്ടിയല്ല നാം ക്രിസ്തുവിലേക്ക് കടന്നു വന്നത്. ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കർത്തൃത്വം വഹിക്കുന്നത് പിതാവായിരിക്കണം, യേശു ക്രിസ്തുവായിരിക്കണം. എൻ്റെ കർത്തൃത്വം വഹിക്കേണ്ടുന്നത്, എൻ്റെ ശുശ്രൂഷയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ദൈവമാണ്. എൻ്റെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ദൈവമാണ്. എൻ്റെ സംഘടനയെ നിയന്ത്രിക്കുന്നത് ദൈവമാണ്. ഇസ്രായേൽ മക്കൾ ശമൂവേലിനോട് പറഞ്ഞു, എനിക്ക് വേണ്ടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് വേണ്ടുന്നത് കർത്താവായ ദൈവമല്ല, ഒരു രാജാവിനെ വേണമെന്ന് അവർ പറഞ്ഞ സമയത്ത് ദൈവം പറയുകയാണ്, അവർ ത്യജിച്ചു കളഞ്ഞിരിക്കുന്നത് നിന്നെയല്ല എന്നെയാണ്. ദൈവത്തെ മറന്നിട്ടാണ് അവർ രാജാവിനെ പറഞ്ഞത്. ഇതേ അവസ്ഥ തന്നെയാണ് പലപ്പോഴും നമ്മുടെ ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ, നമ്മുടെ ഈ ഗ്രേസ് പീരീഡിലും നടന്നുകൊണ്ടേയിരിക്കുന്നത്. എനിക്ക് ഇന്നയാൾ എൻ്റെ നേതൃത്വത്തിലാണ്, അയാൾ ഭരിക്കുമ്പോഴാണ് കറക്റ്റായിട്ടെല്ലാം പോകുന്നത്, ഇന്നയാൾ ഭരിക്കുമ്പോഴാണ് കറക്റ്റായിട്ടെല്ലാം പോകുന്നത്. അവിടെ ദൈവം ഭരിക്കുന്നതോ ദൈവത്തിനുള്ള പ്രശംസയോ പലപ്പോഴും ഇല്ല. പലപ്പോഴും നടന്നു വരുന്നത് ദൈവത്തിൽ നിന്ന് മാറി അകന്നു നിൽക്കുന്ന ഒരു തലമുറയാണ്. അവിടെ ദൈവിക പ്രവൃത്തിക്കും അപ്പുറമായിട്ട് അവിടെ പണത്തിനും പ്രശസ്തിക്കും അധികാരത്തിനു വേണ്ടി പോരാടുന്ന ഒരു തലമുറയാണ് നമ്മളായിരിക്കുന്നത്. പ്രിയ മക്കളെ, മാനസാന്തരപ്പെട്ട് ഒരു റിഫോർമേഷൻ നടക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. മറന്നു പോകരുത്, ദൈവമക്കൾ ദൈവത്താൽ ഭരിക്കേണ്ടുന്ന, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അധീനതയിൽ ജീവിക്കേണ്ടുന്നവരാണ് നമ്മൾ എന്നുള്ള കാര്യം മറന്നു പോകരുത്. നമുക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തോട് സമീപിക്കുമ്പോൾ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ദൈവത്തുമായിട്ട്, പൊളിറ്റിക്സിൽ അവർ ഇന്ന കാര്യം ചെയ്യണമെന്ന് നമ്മൾ പലപ്പോഴും പറയും. പൊളിറ്റിക്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടൊക്കെയാണ് ചെയ്യുക. പക്ഷേ മുൻകൂട്ടി എല്ലാം തീരുമാനിച്ച് ഇന്നയാളായിരിക്കും പ്രസിഡന്റ്, ഇന്നയാളായിരിക്കും സെക്രട്ടറി, ഇന്നയാളായിരിക്കും എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി തീരുമാനിച്ചതിന് ശേഷമാണ് പൊളിറ്റിക്സിന് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ആൾക്കാരെ നിയമിക്കുന്നു, അതിനുവേണ്ടി ആൾക്കാരെ മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നതെല്ലാം നമുക്ക് അറിയാം. ഇതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്താൽ നിയന്ത്രിതമായ, നമുക്കറിയാം ദാവീദിനെ ദൈവം ചൂസ് ചെയ്തത് എങ്ങനെയാണെന്നറിയാം. അഭിഷക്തൻ്റെ തലയിൽ തൈലം ഒഴിച്ചുകൊണ്ട് അവനെ ചൂസ് ചെയ്തതായിട്ട് കാണാം. പലരെയും ദൈവം അധികാരത്തിലേക്ക് ചൂസ് ചെയ്തത് എങ്ങനെയാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, ചീട്ടെടുത്ത് 12 പേരിൽ ഒരാൾ യൂദാ പോയപ്പോൾ അതിനെ മത്തിത്യാസിനെ എടുക്കുന്ന സമയത്ത് അവിടെ ചീട്ടിട്ടിട്ടാണ് ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ നിന്ന് നടക്കുമ്പോൾ വോട്ട് ചെയ്ത് ദൈവത്തെക്കാളും ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്ത് രാജാക്കന്മാരാക്കി വെച്ചിരിക്കുകയാണ്. പ്രിയമക്കളെ, നമ്മൾ മാനസാന്തരത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വരണം. റിഫോർമേഷൻ നമ്മുടെ ഹൃദയങ്ങളിൽ ഉടലെടുക്കേണ്ടുന്ന സമയമാണ്. അധിപ്പതിച്ചു പോയി നമ്മൾ പലപ്പോഴും ദൈവത്തിൽ നിന്ന് മാറി അകന്ന് ജീവിക്കുന്നവരാണ്. മടങ്ങി വന്ന് ക്രിസ്തുവിനെ ആരാധിക്കുന്ന, ക്രിസ്തുവിൻ്റെ ശിക്ഷണത്തിൽ വളരുവാൻ, ക്രിസ്തുവിൻ്റെ അധികാരത്തിൽ, ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണത്തിനനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ.